പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ്, എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാൽ പോരെ. എന്തിനാ പിന്നെ അതിന്റെ ഇടയ്ക്കൊരാളെ നിർത്തുന്നത്? നേരിട്ട് പടച്ചറപ്പിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോ പിന്നെ ഔസുൽ അഅ്ലം അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ തഖ്വ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം. വസീല. നമ്മൾ ചില ആരാധനകൾ നിർവഹിക്കുമ്പോൾ സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, വ്യക്തികൾ, അത് വളരെ പ്രധാനമാണ്. ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം സാധാരണക്കാർക്ക് വേണ്ടി പറയാം. അവർക്ക് കിതാബിനെക്കാളും പ്രായോഗികതയാണ് തിരിയ, നക്കലിനെക്കാളും അക്കലാണ് തിരിയ. നക്കലിയായ ദലീലിനെക്കാളും അക്കലിയായ ദലീൽ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധ മക്കയിലെ ഹറമിലേക്ക് പോകുന്നു. ഉംറക്കാകട്ടെ, ഹജ്ജിനാവട്ടെ, വെറുതെ ആവട്ടെ, അവിടെ ചെന്ന് മസ്ജിദുൽ ഹറാമിൽ നമ്മൾ കടന്നാൽ, മക്കത്തെ പള്ളിയിൽ കടന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് തവാഫാണ്. ആദ്യമായി ചെയ്യേണ്ടത് തവാഫാണ്. എല്ലാ പള്ളിയിലും നമ്മൾ കയറിയാൽ ആദ്യമായി ചെയ്യേണ്ടത് 2 റക്അത്ത് നമസ്കാരമാണ്, തഹിയ്യത്ത്. ഇവിടെ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്ത് ആദ്യം തവാഫ്, പിന്നെ നിസ്കാരം. മസ്ജിദുൽ ഹറാമിന്റെ തവാഫ്, തഹിയ്യത്ത് തവാഫാണ്. ഈ തവാഫ് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ അടുത്ത പടി 2 റക്അത്ത് നമസ്കാരമാണ്. ഈ 2 റക്അത്ത് നമസ്കാരം എവിടെയാണ് നിസ്കരിക്കേണ്ടത്? സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത്, പണ്ഡിതന്മാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ശരിക്കും നമ്മൾ മനസ്സിൽ കൊള്ളുന്നത് എവിടെയാ? മനസ്സിൽ കൊള്ളുന്നത് ഏറ്റവും നല്ല സ്ഥലം കഅബയുടെ ഉൾഭാഗമാണ്. കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കണം, അതല്ല ഏറ്റവും പുണ്യം. നമുക്ക് സാധാരണക്കാർക്ക് കഅബയിലേക്ക് കയറാൻ കഴിയില്ലെങ്കിൽ, പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് കഅബയിൽ പെട്ടതാ. ഹിജ്ർ ഇസ്മായിൽ കയറിയിട്ട് നിസ്കരിക്കണം. അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ. നിസ്കരിച്ചാൽ ശരിയാവും, അത് വേറെ കാര്യം. ഒന്നാം സ്ഥാനം അവിടെ അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ താല്പര്യമുള്ള സ്ഥലം ഏതാ? ഹജറുൽ അസ്വദിന്റെ മൂല. എന്താ അതിന്റെ പ്രത്യേകത? അവിടെ വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്ത് വലല്ലാലീൻ എന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കുമ്പോൾ ആമീൻ പറയില്ല. ആരാ ആമീൻ പറയാ? നമ്മളല്ല. ഉക്കില ബിഹി 70 മലക്കാ. 70 മലക്കുകളോട് ആമീൻ പറയാണ്ടാവും. 70 മലക്കുകൾ അവിടെ നിസ്കരിച്ചൂടെ? അല്ല ഏറ്റവും നല്ലത്? അതല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് വാതിൽ പടിയിൽ ജനങ്ങൾ ഒട്ടി നിൽക്കുന്ന മുൽത്തസമുണ്ട്. അവിടെ എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം തരും. എന്തേ അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ല? എവിടെയാ നിസ്കരിക്കാൻ പറഞ്ഞത്? മക്കാം ഇബ്രാഹിമിന്റെ പുറകില്. എന്താ മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ കയറി നിന്നൊരു കല്ലുണ്ട് അവിടെ. ആ കല്ല് ഒരു പ്രത്യേക കൂട്ടിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കല്ലിന്മേൽ ഇബ്രാഹിം നബി തങ്ങളുടെ കാൽപാദത്തിന്റെ പതിഞ്ഞ അടയാളമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അതിന് പിന്നിൽ തക്ബീർ കെട്ടി നിൽക്കുമ്പോൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുജൂദ് ചെയ്യാൻ പോവാണ്. നല്ല തൗഹീദും ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ, പടച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സുജൂദ് എന്തിനാ ഇബ്രാഹിം നബിയുടെ കാൽക്ക് പോയി ചെയ്യുന്ന ഒരു ശിർക്കാവൂലേ? അങ്ങനെ ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാരണം അള്ളാഹു നേരെ പറഞ്ഞതാ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. നിങ്ങൾ ഇബ്രാഹിം മഖാമിനെ മുസല്ലയാക്കണം. എന്താ കാരണം? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇബ്രാഹിം നബിയോട് ആദരവും അള്ളാഹുവിനോട് ആരാധനയും. ആദരവിലൂടെയാണ് ആരാധനയിൽ എത്തേണ്ടത്. ഇബ്രാഹിം നബിയെ ആദരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എടുക്കാൻ ശ്രമിക്കുക. ഈ ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ആരാധനയല്ല, അത് ആദരവ് മാത്രമാണ്. ഈ ആദരവിനെ ആരാധനയാക്കി ചിത്രീകരിച്ചതാണ് നമ്മുടെ സമൂഹത്തിലുണ്ടായ അപകടം. ഈ സമൂഹത്തിൽ ഈ രീതിയിലുള്ള ആരാധനാ മനോഭാവം ആർക്കാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് നിങ്ങളൊക്കെ അറിയുന്നതാണ്. ആ കല്ലിന് നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദ്രോഹം ചെയ്യാനോ സ്വയം അവകാശമുണ്ട് നമ്മൾ ആരും കരുതുന്നില്ലല്ലോ. അതൊരു കല്ലാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ കല്ലിനെ ചുംബിക്കുന്നു? അത് ശിലാപൂജയല്ല. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചു, അതിനെ ചുംബിക്കണം, ആദരിക്കണം. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ്. അതിന് സ്വയം ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിവുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഈ കൂട്ടത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ഹിന്ദു സുഹൃത്തുണ്ടാവും. അവന്റെ വിശ്വാസം ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയ അവന്റെ ദൈവികമായ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠക്ക് ഗുണം ചെയ്യാനും ദോഷം ചെയ്യാനും കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ അതിന്റെ മുമ്പിൽ കൈകൂപ്പുന്നത്, അല്ലെങ്കിൽ അവൻ അവിടെ കുനിയുന്നത്. നമ്മൾ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ കുനിയുന്നതും ചുംബിക്കുന്നതും ആ ഹജറുൽ അസ്വദിന് സ്വയം എന്തെങ്കിലും നമുക്ക് ചെയ്തു തരാൻ കഴിവുണ്ട് എന്നതുകൊണ്ടല്ല. അവിടെ നമ്മൾ ആ കല്ലിനെ പൂജിക്കുകയല്ല, ആ കല്ലിനെ ആദരിക്കുകയാണ്. രണ്ടും രണ്ടാണ്. ആ രണ്ടും ഒരു അള്ളാഹു അല്ലാത്ത നമുക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ പറ്റിയ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഏത് മഹാനാണെങ്കിലും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് നമ്മളെ സഹായിക്കുക. ഇനി മഹാന്മാർ നമ്മളെ സഹായിക്കില്ല എന്ന് എന്തിനാണ് നമ്മൾ വാശി പിടിക്കുന്നത്? മഹാന്മാരിൽ നിന്ന് സഹായാർത്ഥന നടത്തുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ വളരെ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്ത പണ്ഡിതന്, അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ നമ്മുടെ സമൂഹത്തിൽ ആരാ ഉദ്ധരിക്കാൻ?
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ഷരീഫിന്റെ മുമ്പിൽ നിന്നിട്ട് വളരെ കൃത്യമായി അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് തവസ്സുൽ ചെയ്തല്ലോ. മാത്രല്ല നേരെ പറഞ്ഞില്ലേ, അന്തല്ലദീ ലമ്മ അതവസ്സല അദമു മിൻ സല്ലത്തിൻ ബിക ഫഅസ വഹുവ അബആക. നിങ്ങളുടെ പിതാവാകുന്ന ആദം നബി സ്വർഗത്തിൽ വെച്ച് പടം പൂജിച്ചപ്പോൾ നിങ്ങളെ വിളിച്ച് തവസ്സുൽ ചെയ്തുകൊണ്ടാണ് അതിൽ നിന്ന് മോചിതമായത് എന്നാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഇത് പറയുന്നവരാ ഞാനും നിങ്ങളൊന്നല്ല. അങ്ങനെ തവസ്സുൽ ചെയ്യുന്നത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പ്രവർത്തനമാണെങ്കിൽ ആ പ്രവർത്തനത്തെ ഇമാം അബൂ ഹനീഫ തങ്ങളെ പോലുള്ള ഒരാൾ ചെയ്യുമോ? നിങ്ങൾ മിനിമം ചിന്തിക്കൂ. ഒരിക്കലും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലത്തെ ഒരാൾ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആദരിക്കുന്നുവെങ്കിൽ അത് ആരാധനയല്ല, മമ്പുറത്ത് മക്കാമിൽ ചെന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. ഉദാഹരണം, എന്താ വീട്ടിൽ നിന്ന് വരുന്നാ പോരെ, മതി, പിന്നെന്തിനാ മമ്പുറത്ത് പോകുന്നത്? അതിന്റെ മറുപടി വളരെ പെട്ടെന്ന് പറയാം. നമ്മളൊക്കെ പരിശുദ്ധ ഹജ്ജിന്റെ കാലമായതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മളൊക്കെ പരിശുദ്ധ അറഫയിൽ പോയിട്ട് ദുആ ചെയ്യും. എന്താ അറഫയുടെ പ്രത്യേകത? പരിശുദ്ധ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ 15 സ്ഥലത്ത് ഉത്തരം കിട്ടുന്നതാണ് കിതാബിൽ പറഞ്ഞത്. 15 സ്ഥലത്ത്. ആ 15 സ്ഥലങ്ങളിൽ 14 ഹറമിന്റെ അകത്താ. ഹറം എന്ന് പറഞ്ഞാൽ ഹറം ബൗണ്ടറിക്കകത്ത്, മസ്ജിദുൽ ഹറാമല്ല, ഹറമിന്റെ പരിധിക്കുള്ളിൽ. അതിൽ മിന ഹറമാണ്, മുസ്ദലിഫ ഹറമാണ്, ഒക്കെ ഹറമാണ്. അസിസിയ, ഈ ഹാജിമാര് താമസിക്കുന്ന സ്ഥലമൊക്കെ ഹറമാണ്. പക്ഷെ അറഫ ഹറമല്ല. ഹറമിൽ എല്ലാറ്റിനും 1 ലക്ഷം കൂലി. ഹറമിന്റെ പുറത്തുള്ള ഹറമല്ലാത്ത അറഫയിലെ പ്രാർത്ഥനക്കാ വലിയ പ്രത്യേകത. അൽ ഹജ്ജു അറഫ. എന്താ? എന്തേ ഹറമ് പോലുമല്ലാത്ത അറഫയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്ര ഉത്തരം കിട്ടാൻ കാരണം? മണ്ണിന്റെ പ്രത്യേകതയാണോ? മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ ഉംറക്ക് പോകുന്ന ഒരാളും അറഫയിൽ പോയി കൂട്ടുപ്രാർത്ഥന നടത്താറില്ലല്ലോ. സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരാളും അറഫയിൽ പോയി ദ്വാരക്കാറില്ലല്ലോ. എന്താ ദ്വാരക്കാത്തത്? ആ മണ്ണിന്റെ പ്രത്യേകതയാണെങ്കിൽ ഇപ്പൊ പോയി ദ്വാരന്നാ പോരെ. ഇനി ദിവസത്തിന്റെ പ്രത്യേകതയാണോ? ആണെങ്കിൽ ദുൽഹജ്ജ് 9 ഇവിടെയും വരുമല്ലോ. ദുൽഹജ്ജ് 9 നമ്മളൊക്കെ നോമ്പ് നോൽക്കും. അവര് നോമ്പ് കൂടി നോക്കൂല. ഹാജിമാര് നോമ്പ് നോക്കണ്ട. നോമ്പ് നോറ്റ് നമ്മൾ ദ്വാരുന്നാൽ അവിടുത്തെ ഉത്തരം കിട്ടുമോ? ഇനി സമയത്തിന്റെ പ്രത്യേകതയാണോ? ലോഹറിന്റെ ശേഷം, എല്ലാ ദിവസവും ലോഹറിന്റെ ശേഷം ഇവിടെ സമയമുണ്ടല്ലോ. ദുൽഹജ്ജ് 9 ലോഹറിന്റെ ശേഷവും നമ്മൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്താ പ്രത്യേകത? ഇത് 3 കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇതൊരു അനൗൺസ്മെന്റ് ആണ് അള്ളാഹുവിന്റെ ദീനിന്റെ. കൊല്ലത്തിൽ ഒരു ദിവസം, ഒരു സമയം, ഒരു സ്ഥലം. പരിശുദ്ധമായ അറഫ പുണ്യഭൂമിയിൽ ദുൽഹജ്ജ് 9 ലോഹർ ബാങ്ക് വിളിച്ചിട്ട് അത് ആ ദുആക്ക് വേണ്ടി ലോകത്തെ സകല സ്വാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടും. ഒരുപാട് നല്ല മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നു എന്നതുകൊണ്ട് മോശപ്പെട്ട ആളുകൾക്ക് പോലും നല്ലവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഉത്തരം നൽകുന്ന, നല്ലതിന്റെ കൂടെ മോശപ്പെട്ടവർ ചേർന്നപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയെന്ന. അതാണ് അതിന്റെ പ്രത്യേകത. എല്ലാ നല്ല മനുഷ്യന്മാരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് കൊണ്ട്. അപ്പോൾ നല്ല മനുഷ്യരുടെ സാന്നിധ്യത്തിൽ, നല്ല മനുഷ്യരുടെ കേന്ദ്രത്തിൽ പോയി ദുആ ചെയ്താൽ, മമ്പർ തങ്ങളുടെ സ്വാലിഹായ മനുഷ്യനായിരുന്നു, ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മഹാന്റെ മക്ബറയിൽ പോയി അദ്ദേഹത്തെ മുൻനിർത്തി ദുആ ചെയ്യുമ്പോ അദ്ദേഹത്തിൽ നിന്നുള്ളൊരു ഗുണം അള്ളാഹു വഴി നമുക്ക് കിട്ടും. അദ്ദേഹത്തിന് ആ കഴിവ് കൊടുത്ത് പടച്ച റബ്ബാണെന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ മമ്പറത്തെ തങ്ങളെ പൂജിക്കുകയല്ല, മമ്പറത്തെ തങ്ങളോട് പ്രാർത്ഥിക്കുകയല്ല. അവിടെ സുജൂദ് ചെയ്യാനോ അവിടെ പൂവിട്ട് പൂജിക്കാനോ നമുക്ക് അനുമതിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ആരാധനയല്ല, ആദരവ. ആദരവ് നിലനിർത്തിക്കൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ പിന്നെ അറഫയിലേക്ക് പോണോ? ഈ ഒരു തത്വശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. മഹാന്മാരെ സിയാറത്ത് ചെയ്യുക, ഖബർ സിയാറത്ത് ചെയ്യുക. മഖ്ദൂം തന്റെ പിതൃവ്യന്റെ ഖബർ സിയാറത്ത് ചെയ്തത് കൊണ്ടല്ലേ മഖ്ദൂമിന്റെ ആ സിയാറത്ത് കണ്ടിട്ട് ജനങ്ങൾ പൊന്നാനിലെ പള്ളിക്ക് സിയാറത്ത് പള്ളി എന്ന് പേരിട്ടത്. പൊന്നാനിലെ പള്ളിക്ക് ഒരു പള്ളിക്ക് പേര് സിയാറത്ത് പള്ളി എന്നാണ്. അപ്പോൾ ഖബർ സിയാറത്ത് സെറ്റായിരുന്നുവെങ്കിൽ പൊന്നാനിലെ മഖ്ദൂം അവിടെ പോയി സിയാറത്ത് ചെയ്യുമോ? നിങ്ങൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ആരെയും ആക്ഷേപിക്കാനോ എതിർക്കാനോ ഒന്നിനുമല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വസ്തുത, ഈ തെറ്റിദ്ധാരണകൾ പ്രചരിക്കുമ്പോൾ അതിന്റെ നേരായ വശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വശം മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഈ തെറ്റിദ്ധാരണകളൊക്കെ തീരും. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മക്ബറകൾ കെട്ടിപ്പൊക്കുന്ന പല സ്ഥലത്തും എന്തിന്? ഖബർ പൂജയാണോ? അല്ല. അൽ കഹ്ഫ് സൂറ ഓതി നോക്കൂ നിങ്ങൾ. അൽ കഹ്ഫിൽ 7 യുവാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 7 യുവാക്കളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയി കാണുന്നു, അവർ മരണപ്പെടുന്നു. അവരിൽ ഒരാൾ 300 കൊല്ലം കഴിഞ്ഞ് ജീവിച്ച അവസാനം ഭക്ഷണം വാങ്ങാൻ വേണ്ടി കടയിലെത്തുമ്പോൾ 300 കൊല്ലം പഴക്കമുള്ള നാണയം കണ്ട് തിരിച്ചറിഞ്ഞ് പിന്നാലെ പോയി ബാക്കിയുള്ളവർ ഉണർന്നിരിക്കുന്നത് കണ്ട് ഉറങ്ങിക്കിടന്ന ആളുകൾ ഉണർന്ന ചരിത്രം നിങ്ങൾക്കറിയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അവിടെ ഒരു വാചകമുണ്ട്. ഖുർആൻ പറഞ്ഞു, വഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറയുന്നത്. വഖാലല്ലദീന ഗലബു അലാ അംരിഹിം, കാര്യബോധമുള്ള ആളുകൾ പറഞ്ഞു, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ, നമുക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. എവിടെ?
അൽക്കഫിന്റെ ഗുഹാമുഖത്ത് ഒരു പള്ളി ഉണ്ടാക്കാം. എന്തിന്? അതിനെക്കുറിച്ച് തഫ്സീറിൽ മഹാപണ്ഡിതന്മാർ പറഞ്ഞു, യുസല്ലി ഫീഹിൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ അൽക്കഫിന്റെ ഗുഹാമുഖത്ത് തന്നെ പള്ളി വേണോ? ദുനിയാവിൽ എത്ര സ്ഥലമുണ്ട്? പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? അവിടെ തന്നെ പറഞ്ഞു വയതബറകൂന ബിമകാനിഹിം, ആ സ്ഥലത്തിന്റെ ബർക്കത്ത് എടുക്കാൻ. അപ്പൊ ബർക്കത്തിന്റെ ഒരു സംഗതി, ആ സ്ഥലത്തിനൊരു ബർക്കത്തുണ്ട്. മഹാന്മാർ മരിച്ചു കിടക്കുന്ന സ്ഥലം, മഹാന്മാർ ഉപയോഗിച്ച വസ്തുക്കൾ, അതിനൊക്കെ ഒരു ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് എന്ന് പറയുന്നത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടതല്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ നിഴലെ പോലെ പിന്തുടരുന്നൊരു മഹാനാ. ആ മഹാൻ ഒരിക്കൽ നബി തങ്ങളോട് വന്നുകൊണ്ട് ഒരുപാട് ഹദീസ് ഞാൻ കേൾക്കുന്നുണ്ട്, ഒക്കെ ഞാൻ പഠിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് മറന്നു പോകുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് മറവി വർദ്ധിക്കുന്നു. പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ വാക്കെന്താ ഹദീസിലുള്ളത്? ഉബ്സുത്രിദാഅക, നിന്റെ മുണ്ടൊന്ന് വിരിക്ക്. മറതിക്കുള്ള ചികിത്സയാണ് കൊടുക്കുന്നത്. സ്വഹീഹായ ഹദീസാ, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. മുണ്ടൊന്ന് വിരിക്ക്. പരിശുദ്ധ പ്രവാചകർ ആ മുണ്ട് വിരിക്കാൻ പറഞ്ഞപ്പോ അബൂ ഹുറൈറ തങ്ങൾ മുണ്ട് വിരിച്ചു. മുണ്ടിങ്ങനെ വിരിച്ചു പിടിച്ചു കൊടുത്തു, നിർത്തി പിടിച്ചു കൊടുത്തു. എന്താ ചെയ്തത്? ഹദീസിൽ പറയുന്നു ഫഖദഫ ബിയദിഹി ശരീഫതി മിനൽ ഹവാഇ ഫിർരിദായി, ഷറഫാക്കപ്പെട്ട നബി തങ്ങളുടെ കരതലത്തിൽ ഇങ്ങനെ വാരിയിട്ട് എന്തോ അങ്ങോട്ട് വായുവിൽ നിന്ന് ഇങ്ങനെ ആവാഹിച്ചിട്ട് ഇങ്ങനെ കിട്ടുകൊടുത്തു. എന്താന്ന് അവർക്ക് അറിയില്ല, ആരും കണ്ടിട്ടില്ല. ലൊമ്മവ് കൂട്ടിപ്പിടിച്ചോന്നാണ് കൂട്ടിപ്പിടിച്ചു. ഫമാ നസീതു ഷൈഅൻ ബഅദഹു, അതിനുശേഷം എനിക്ക് മറവി ഉണ്ടായിട്ടില്ല. എന്താ ഈ ചെയ്തത്? എന്താണ് ഈ ചെയ്തത്? ചോദിച്ചു നോക്ക് നിങ്ങൾ. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂതർ ചെയ്ത പ്രവർത്തനമല്ലേ? ഇത് അന്ധവിശ്വാസമാണ് എന്ന് നമുക്ക് പറയാൻ പോലും കഴിയാത്ത വിധം ഹദീസിന്റെ കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ്. പിന്നെ വിളികളെല്ലാം പ്രാർത്ഥനയല്ലല്ലോ. ഒരാളെ നമ്മൾ വിളിച്ചു എന്ന് കരുതി എങ്ങനെ പ്രാർത്ഥനയാവുക? ആരാധനയുടെ ഉദ്ദേശത്തോടു കൂടി വിളിച്ചാൽ പ്രാർത്ഥനയാവും. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ലാ തദഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനല്ലാതെ ഒരു ഇലാഹിനെ വിളിക്കാൻ പറ്റൂല. ആ വിളിച്ചാൽ തെറ്റാ, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ മമ്പുറത്തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മമ്പുറത്തങ്ങളെ പടച്ചോനാന്ന് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടോ? മമ്പുറത്തങ്ങളെ എന്ന് വിളിച്ചാൽ ദീനിന്ന് പുറത്ത്, എന്നാ ചെറുപ്പത്തിലേ ദീനിന്ന് പുറത്ത് പോയിട്ടുണ്ട്. എന്താ കാരണം? വീണപ്പോഴൊക്കെ ഞാൻ വിളിച്ചത് എന്റെ അമ്മയെന്നാ. പടച്ചോനല്ലേ വിളിക്കണ്ടേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അവിടെ നമ്മൾ വിളിക്കുന്നത് ഉമ്മ ദൈവമാണെന്നോ മമ്പുറത്തങ്ങൾ ദൈവമാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല, മറിച്ച് നമ്മൾ ആ വിളിക്കുന്നത് ഒരു ആദരവിന്റെ, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ആ മഹാന് നമ്മളെ ശരിക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്ന ഒരു ബോധത്തിൽ നിന്ന് ഉത്ഭൂതമായതാ. അല്ലാതെ അദ്ദേഹം ദൈവമാണ് അല്ലെങ്കിൽ ദൈവം കൊടുക്കാത്ത എന്തോ പ്രത്യേക കഴിവുണ്ട് എന്ന് കരുതിക്കൊണ്ടല്ല. ഈ ഒരു തത്വശാസ്ത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയങ്ങളൊക്കെ തീരും. ഈ ഒരു തത്വം ഇങ്ങനെ സമൂഹത്തിൽ ചില്ലറ അഭിപ്രായാന്തരങ്ങൾ പടർന്ന് നമ്മുടെ ചില ചെറുപ്പക്കാർ അത് ശരിയാണെന്ന് ചിന്തിച്ച് അല്പം ഒരു വിദ്യാസമ്പന്നനാകുമ്പോഴേക്കും പഴയ പുരോഗതി അല്ലെങ്കിൽ അധോഗതി ഇതൊക്കെ അവർ വിലയിരുത്തുന്നത് മതപരമായ ചിഹ്നങ്ങളിലൂടെയാണ്. മതപരമായ പഴമ മുറുകെ പിടിച്ചാൽ പഴഞ്ചനായി എന്നൊരു തോന്നല. ആ തോന്നലിൽ നിന്ന് ഉത്ഭൂതമായ ചില നവീന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചെറുപ്പക്കാർ അതിലേക്ക് ആകർഷിക്കുന്നത്. അല്ലാതെ അവർ രണ്ടിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതുകൊണ്ടല്ല. അവിടെ ചെറുപ്പക്കാരോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, കാരണവന്മാർക്ക് ഈ കാര്യം ബോധ്യമാണ്. നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് പഠിക്കണം. ദീനിയായ തത്വങ്ങളെ കുറിച്ച് പഠിച്ച് തൗഹീദ് മുറുകെ പിടിച്ച് ഏക ദൈവ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ തൗഹീദിനൊരു ഭംഗവും വരുന്നില്ല മഹാന്മാരെ ആദരിച്ചു എന്നതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ പൂർവ്വഗാമികളായ ആളുകൾ വഴിപടിച്ചു പോകണമായിരുന്നല്ലോ. മഹ്ദൂമല്ലേ മൗലിദ് ഒന്ന് ക്രോഡീകരിച്ചത്? ആ മൗലിദിലല്ലേ നബി തങ്ങളെ പുകഴ്ത്തുന്ന വചനമുള്ളത്? ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു മൗലൂദ് പൊന്നാനിയിലെ മഹ്ദൂം ഉണ്ടാക്കുമോ? ആ മൗലിദ് ഓതാൻ മമ്പുറത്തെ തങ്ങൾ പറയുമോ?